മഴക്കെടുതി മൂലം കുടിയിറങ്ങേണ്ടി വന്ന കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തി. വാർഡ് കൗൺസിലർ ഇടപെട്ട് അവശ്യ സാധനങ്ങളും നൽകിയാണ് ഇവരെ വീടുകളിലേക്ക് അയച്ചത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം മൂലം കുടിയിറങ്ങേണ്ടി വന്ന കാഞ്ഞങ്ങാട് നഗരസഭയിൽപ്പെട്ട പഴയ കടപ്പുറത്തെ സുനാമി കോളനിയിലെ 44ഓളം കുടുംബങ്ങളാണ് ബുധനാഴ്ച വൈകിട്ടോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തിയത്. വെള്ളം കയറിയത് മൂലം വീടുകളിലുണ്ടായേക്കാവുന്ന വൈദ്യുതാഘാതം ഉൾപ്പെടെയുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ബന്ധുവീടുകളിലേക്കും പുഞ്ചാബി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റി പാർപ്പിക്കപ്പെട്ടവരാണിവർ. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ചതോടെയാണ് ഇവരെ അവരവരുടെ വീടുകളിലേക്ക് തിരികെ അയച്ചത്. ഇതിനു മുന്നോടിയായി വാർഡ് കൗൺസിലർ ഫൗസിയ ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് സുനാമി കോളനിയിൽ വെച്ച് തൽക്കാലത്തേക്കുള്ള അവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റുകളും കൈമാറി. ഈ കനത്ത കാലവർഷത്തിൽ സുനാമി കോളനിയിലെ 44 വീടുകളും വെള്ളം കയറിയ ഒരവസ്ഥയിലാണുള്ളത്. 3 ദിവസമായി ഗവൺമെൻറ് LP സ്കൂൾ പുഞ്ചാബിയിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവരുള്ളത്. വീടുകളുടെ കാലപ്പഴക്കം കൊണ്ട് വീടുകൾക്ക് ഷോക്ക് അടിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയാണ് അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥ വന്നത്. ക്യാമ്പിലെ കാര്യങ്ങളാണെങ്കിൽ അവിടെ ഭക്ഷണം എത്തിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരുണ്ട്, പ്രാദേശിക തലത്തിൻ്റെ ആളുകളുണ്ട്. അവരും നാട്ടുകാരും കൂടി ആണ് ക്യാമ്പിനകത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് സമയാസമയങ്ങളിൽ ഭക്ഷണമായാലും അങ്ങനെ പുഞ്ചാബി ഹെൽത്ത് സെൻറ്ററിൻ്റെ കീഴിൽ ഹെൽത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും നഗരസഭാ ചെയർപേഴ്സണും മറ്റുള്ള എല്ലാവരുടെയും ഒരു മേൽനോട്ടത്തിൽ ആണ് ക്യാമ്പിലെ കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ്. സർക്കാർ സഹായങ്ങൾക്കൊപ്പം നഗരസഭയുടെയും പ്രദേശത്തെ ആരാധനാലയങ്ങളുടെയും നാട്ടുകാരുടെയും ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം ഏകോപനത്തോടെ വാർഡ് കൗൺസിലർ നടത്തിയ സജീവവും ശക്തവുമായ ഇടപെടലുകൾ ദുരിതങ്ങളിൽ തങ്ങൾക്ക് വലിയ പിന്തുണയായി മാറുന്നുണ്ടെന്ന് ഇവിടുത്തുകാർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ മടിയേതുമില്ലാതെ സമ്മതിക്കുന്നു. അധികൃതരുടെ പരിഗണനയും സഹായങ്ങളും ആവോളം ലഭിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ വീണ്ടും കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്ക ഇവരെ വിടാതെ വേട്ടയാടുന്നുണ്ട്. മതിയായ ഓവുചാലുകളില്ലാത്തതും എല്ലാ ഭാഗങ്ങളിലും മതിലുകൾ ഉയർന്നു വന്നതുമാണ് ഇവിടെയും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വെള്ളപ്പൊക്കത്തിനും മഴക്കെടുതികൾക്കും കാരണമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.